ഹായ് ഫ്രണ്ട്സ്, അലി മാണിക്കത്താണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഏകദേശം 2 വർഷത്തോളമായി പല ആളുകളും ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമായിരുന്നു 60 വയസ്സ് തികഞ്ഞ ആളുകൾക്ക് ഇവിടെ വിസ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് കുവൈത്തിൽ വളരെയധികം കർശനമായ നിയമം 800 ദിനാർ വരെ ഇൻഷുറൻസ് തുകയും ഡിഗ്രി സർട്ടിഫിക്കറ്റും വേണം എന്നുള്ള കാര്യം ഇവിടെ നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് നിർത്തിപ്പോവുകയും പല ആളുകളും ഡിഗ്രി സർട്ടിഫിക്കറ്റുള്ള ആളുകളും അതുപോലെ ഇത് 800 ദിനാർ കൊടുക്കാൻ ഉള്ള ആളുകളും ഇല്ലാത്ത ആളുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വിസ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും നാട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ സന്തോഷപരമായ ഒരു വാർത്തയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. അതായത് 60 വയസ്സായ ആളുകൾക്ക് സാധാരണ നോർമലായിട്ട് അടിക്കുന്നത് പോലെ വിസ അടിക്കാമെന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. കാരണം ഡിഗ്രി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ 800 ദിനാറോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഉള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അത് വളരെയധികം സന്തോഷം നിറഞ്ഞ വാർത്തയാണ്. പല ആളുകളും, കാരണം ഈ പഴയ ആളുകളുടെ എക്സ്പീരിയൻസ് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നിയമം പുറപ്പെടുവിച്ചത്. കാരണം എക്സ്പീരിയൻസിൽ പല ആൾക്കാരും പുതിയ വരുന്ന ആളുകൾക്ക് അവരത്ര എക്സ്പീരിയൻസ് കിട്ടാത്തത് കാരണം ഇവർ 60 വയസ്സായ ആളുകൾ നാട്ടിലേക്ക് പെട്ടെന്ന് പോകുന്ന ഒരു അവസ്ഥ വന്നാൽ മറ്റുള്ളവർക്ക് പുതിയ വരുന്ന ആളുകൾക്ക് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ആ എക്സ്പീരിയൻസിൻ്റെ ഇത് കിട്ടാത്ത കാരണം അവരെ ആ ഒരു ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു അവസരം നൽകിയിട്ടുള്ളത്. എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയാണ് കേട്ടത്. അപ്പം ഇത് ഇപ്പോൾ പല ആളും പറയും, ഞാൻ ഇതൊക്കെ ന്യൂസിലെല്ലാം വന്നതല്ലേ അതല്ലേ എന്ന്. എല്ലാം ന്യൂസിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അധികം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വരുന്നത്. ഈ ചില പ്രായമായ ആളുകൾക്കൊന്നും പെട്ടെന്ന് ടെക്സ്റ്റ് മെസ്സേജ് ഒന്നും വായിച്ചെടുക്കാനോ, അല്ലെങ്കിൽ ഈ 60 വയസ്സായ ആളുകൾ തന്നെ അധികം കുവൈത്തിൽ നിൽക്കുന്ന കുറേ ഒന്നുകിൽ വലിയ വലിയ ഉദ്യോഗത്തിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ വളരെയധികം കഷ്ടപ്പാടുള്ള ആളുകളാകാം. നമ്മളെപ്പോലെ 24 മണിക്കൂർ ഫോണിലും ടെക്സ്റ്റ് മെസ്സേജ് ഒന്നും നോക്കൂല. അവരൊരു സമയം ഇതുപോലുള്ള വീഡിയോകൾ കാണുമ്പോൾ അത് കേൾക്കും. ചില ആളുകളൊക്കെ ഇപ്പോഴും വിഷമത്തിലായിരിക്കും. ഈ മെസ്സേജ് അറിയാത്ത ആളുകൾ വരെ ഉണ്ടാവാം. കാരണം ഇങ്ങനൊരു നിയമം വന്നിട്ടുണ്ട്, 60 വയസ്സായ ആളുകൾക്ക് ഇനി ഇവിടെ തുടരാം എന്നുള്ള നിയമം വന്നത് അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവാം. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. കാരണം അവരൊരു സമയം രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ട് ഒരു സമയം ന്യൂസും ഇത് കാര്യങ്ങളെല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കേൾക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരു സന്തോഷമാവട്ടെ എന്നുള്ളതാണ്. പക്ഷേ യുവാക്കളെല്ലാം ഇതെല്ലാം അറിയുന്ന ആളുകളാക്കാം. അവർക്കൊന്നും പ്രശ്നമില്ല. അവർ പറയും ഞങ്ങൾ അതിൽ കണ്ടിട്ടുണ്ട് ഇതിൽ കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാം 24 മണിക്കൂർ മൊബൈലിൽ കാണിക്കുന്ന ആളാണ് നമ്മളൊക്കെ. പക്ഷേ പ്രായമായ ആളുകൾ അവരുടെ പ്രാരാബ്ദം കൊണ്ട് ഇവിടെ നിൽക്കുന്നതാണ്. അവർ ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം അവർക്ക് ഉണ്ടായെന്ന് വരില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ് ഇത്. എന്തായാലും അവർക്ക് ഒരു സന്തോഷം നിറഞ്ഞ വാർത്തയാണ്. അത് അറിയിക്കാതെ വയ്യ. ഇനി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കത് അറിയിക്കണമെന്നുള്ളൊരു നിർബന്ധമുണ്ട്. കാരണം അത്രയും ഒരുപാട് ആളുകൾ, പ്രായമായ ആളുകളൊക്കെ വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയായതുകൊണ്ട് ഇത് അറിയിക്കണമെന്നുള്ളതിലാണ് ഞാൻ അറിയിച്ചത്.